ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ ഓണം എക്സാമിന്, അതായത് നാളത്തെ എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഗിവൺ ആർ സം സ്റ്റേറ്റ്മെന്റ് എബൌട്ട് ദ പിക്ചർ. അതായത് ഇവിടെ ഒരു വൃത്തമുണ്ട്. ഈ വൃത്തത്തിൽ ഇതാണ് കളർ ചെയ്ത ഭാഗം. ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 144 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കളർ ചെയ്തിട്ടുള്ള ഈ ആംഗിള് ഈ മൊത്തം സർക്കിളിന്റെ എത്ര ഭാഗമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു സർക്കിളിന്റെ ആംഗിൾ എത്രയാണ്? 360. അതില് 144 ഭാഗമുള്ള ആംഗിൾ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ 144/360. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഏറ്റവും ചെറിയ രൂപത്തിലാക്കിയിട്ട് മാറ്റിയാണ് വേണ്ടത്. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് 144 360 പോകുന്ന ഗുണപട്ടിക നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 144ന്റെ പകുതി എടുക്കുക. 144 ഹരിക്കണം 2. പകുതി പറഞ്ഞാൽ 2 ഹരിക്കുക. 7 2 14. കുറച്ച് കഴിഞ്ഞാൽ 0. ഈ 4 ഇറക്കിയിട്ട് ഇനി 2 2 4. എത്ര കിട്ടി നമുക്ക്? 72 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 72 ആണ് എത്ര? 144. ഇനി 360നെയോ? 360 ഹരിക്കണം അതിനെ എത്ര ചെയ്യുക? 2 ചെയ്യുക. അപ്പോ ഒരു 2 2 3 2 പോയ 1. ഈ 0 ഇറക്കിയിടുക 6. ഇനി 8 2 16. കുറച്ച് കഴിഞ്ഞാൽ 0. ഇനി ഇവിടെ ഒരു 0 എന്തുണ്ട്? ബാക്കിയുണ്ട്, മേലേക്ക് കയറ്റിയിടുക. അപ്പൊ 180 × 2 എന്ന് കിട്ടും. മേലും താഴെയും ഒരേ നമ്പർ ഏതാണ്? 2 ഉണ്ട്. അത് ക്യാൻസലായി. ബാക്കി 72 എത്ര വരും? 180 എന്ന് വരും. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? 72ന്റെ പകുതി ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക? 72നെ 2 ഹരിക്കുക. 3 2 6. 7 6 പോയ 1. ഇനി 2 ഇറക്കിയിടുക. എത്രയായി? 12. 6 2 എത്രയാണ്? 12. കുറച്ച് കഴിഞ്ഞാൽ എത്രയായി? 0. നമുക്ക് 72നെ എങ്ങനെ എഴുതാം? 2 × 36. ഇനി 180ന്റെ പകുതി 180 ഹരിക്കണം 2. 9 4 2 180 ഹരിക്കണം 2. 9 2 18. കുറച്ച് കഴിഞ്ഞാൽ 0. ഈ 0 മേലേക്ക് കയറ്റിയിട്ട് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 90 എന്ന് എഴുതാം. ഇനി ഈ രണ്ടും വെട്ടിക്കളഞ്ഞു. ബാക്കി എത്രയാണ്? 36 ഹരിക്കണം 90. അപ്പൊ ഞാൻ ഇവിടെ ഹരിച്ച് കാണിക്കാം. 36 ഹരിക്കണം 2 ചെയ്യാം, പകുതി കാണാൻ വേണ്ടിയിട്ട്. 36 ഹരിക്കണം 2 ചെയ്യുമ്പോൾ ഒരു 2 2 3 2 പോയ 1. ഈ 6 ഇറക്കിടുക. ഇനി 7 2 14. 8 2 16. കുറച്ച് കഴിഞ്ഞാൽ എത്രയായി? 18. അപ്പൊ 2 × 18 ആണ് 32. ഇനി 90ന്റെ പകുതി 90 ചിലർക്ക് കിട്ടുന്നുണ്ടാവും അല്ലെ? എത്രയാണ്? 45 ആയിരിക്കും. അപ്പോ 4 × 2 8. 1 0 5 2 10. അപ്പൊ എത്ര കിട്ടി? 2 × 45. ഈ രണ്ടും ക്യാൻസലായി. ഇനി 18ന്റെ പകുതി എത്രയാണ്? 8 8 16. 9 9 18 കിട്ടും. പക്ഷെ 45ന് പകുതി ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക? 18 45 പോകുന്ന ഗുണപട്ടിക ഉണ്ടോ നോക്കുക. ഉണ്ട്. എത്രയാണ്? 2 × 9 18. 9 × 5 45 എന്ന് വരും. ഇനി 9 18 9 5 45. ഇനി ഈ 9 വെട്ടിക്കളഞ്ഞ് ബാക്കി എത്രയാണ്? 2/5. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ആംഗിള് എന്ന് പറഞ്ഞാൽ എത്ര ഭാഗമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്ര ഭാഗമായിരിക്കും? 2/5 ഭാഗമായിരിക്കും ഇതില് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തില് 4 ഓപ്ഷനുകൾ ഉണ്ട്. ഞാൻ വായിക്കാം. 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. ബി ചോദ്യം 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. സി ഓപ്ഷൻ 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. ഡി 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ 4 ഓപ്ഷനുകളില്
വോളിയം 48 സെന്റിമീറ്റർ ക്യൂബിന് തുല്യമായ ഉത്തരം വരുന്ന സംഖ്യ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രാമത്തെ പാടാണ്? 3ാമത്തെ ചാപ്റ്ററിലത്തെ ചോദ്യമാണിത്. അപ്പോ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വോളിയം അല്ലെങ്കിൽ എന്താണ് വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? L × B × H. ഇത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് ഗുണിച്ച് നോക്കണം. അപ്പൊ ഒന്നാമത്തെ ഗുണിക്കുകയാണെങ്കിൽ ഇതാണ് A ഗുണിക്കുകയാണെങ്കിൽ 4 × 3 എത്രയാണ്? 4 × 3 12. 4 3 4 × 3 12. 12 കൂടെ 3 ഗുണിക്കുക. 4 × 3 × 3 4 × 3 12 × 3 2 3 6 1 3 3 36 കിട്ടും. നമുക്ക് എത്ര വേണ്ടത് ഉത്തരം? 48 ആണ് വോളിയം കിട്ടേണ്ടത്. അപ്പൊ ഇതാണോ? അല്ല. ഇനി ബി ചെയ്ത് നോക്കുക. 6 × 4 × 2 6 4 24 × 2 2 4 8 2 2 4 എത്ര കിട്ടി? 48 കിട്ടി. ഈ മൂന്നാമത്തെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. 6 × 4 × 3 6 4 24 24 × 3 ഇവിടുത്തെ ഗുണിക്കാം. 24 × 3 3 4 12 2 ബാക്കി 1 2 3 6 1 7 72 ആണ്. അപ്പൊ ഇതാണോ? അല്ല. ഇനി ഡി. 4 × 4 16 16 × 4 6 4 24 4 ബാക്കി 2 ഇവിടെ 4 4 5 6 64 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് 48 സെന്റിമീറ്റർ ക്യൂബിക് സെന്റിമീറ്റർ വോളിയം വരുന്ന ആൻസർ ഏതാണ്? ബി ആയിരിക്കും ആൻസർ. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചു വെക്കേണ്ടത് ഏതാണ്? വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് അല്ലെങ്കിൽ നീളം × വീതി × ഉയരം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല്. നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം പറയുന്നത് എന്താണ്? എ റെക്ടാങ്കുലർ അക്വേറിയം. ഒരു റെക്ടാങ്കിൾ ഷേപ്പില് ഒരു എന്തുണ്ട്? ഒരു അക്വേറിയം ഉണ്ട്. ഇതാണ് ആ അക്വേറിയം എന്ന് വിചാരിക്കുക. ആ അക്വേറിയത്തിന്റെ ലെങ്ത് അഥവാ നീളം എന്ന് പറഞ്ഞാല് 50 സെന്റിമീറ്റർ, വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാല് 40 സെന്റിമീറ്റർ. നീളം, വീതി, ഉയരം ഹൈറ്റ് അല്ലെ? ഹൈറ്റ് ഉയരം എത്രയാണ്? 25 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദ അക്വേറിയം ഹോൾഡ്? അപ്പോ ഈ അക്വേറിയം നിറയാന് എത്ര ലിറ്റർ വെള്ളം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നീളം അറിയാ, വീതി അറിയാ, ഉയരം അറിയാ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? വോളിയം അഥവാ വ്യാപ്തം കാണണം. ഇക്വേഷൻ എന്താണ്? L × B × H. നീളം × വീതി × ഉയരം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഗുണിക്കുക. 50 × 40 × 25. നമ്മൾ ഗുണിച്ച് നോക്കാണ്ട് നമുക്ക് വേഗം ചെയ്ത് പഠിക്കാം അല്ലെ? ആദ്യം 5ഉം 4ഉം തമ്മിൽ ഗുണിക്കുക. 5 × 4 എത്രയാണ്? 5 × 4 20. ഇവിടെ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം. അപ്പൊ ഇത് ഗുണിച്ചു കഴിഞ്ഞു. 50ഉം 40ഉം നമ്മൾ എത്ര ഗുണിച്ചു കഴിഞ്ഞു? നമ്മള് എത്രയാണ്? 2000 × 25 അല്ലെ? ഇനി ഈ 25നെ 2ആയിട്ട് ഗുണിക്കുക. 25 × 2 25ന്റെ ഇരട്ടി. 2ആയിട്ട് ഗുണിക്കുക പറഞ്ഞ ഇരട്ടി. 25ന്റെ ഇരട്ടി 50. ഇവിടെ എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. അതും കൂടി ഇട്ടെടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? വോളിയം എത്രയാണ്? ഒറ്റ 10 100 1000 10000 50000 ക്യൂബിക് സെന്റിമീറ്റർ. ഒക്കെ സെന്റിമീറ്ററിലാണെങ്കിൽ എന്താണ് വരിക? ക്യൂബിക് സെന്റിമീറ്റർ. എല്ലാതും മീറ്ററിലാണെങ്കിൽ ക്യൂബിക് മീറ്റർ. ഇത് മറക്കരുത്. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്ര ലിറ്റർ വെള്ളം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 50000നെ 1000 ആയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഡിനോമിനേറ്റർ ഇത് എന്ത് ചെയ്യേണ്ട? ഹരിച്ചു നോക്കാണ്ട് ഒത്തിരി ഇങ്ങനെ ചെയ്യുക. ഡിനോമിനേറ്റർ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ്. ഡിനോമിനേറ്ററിൽ എത്രയും സീറോസ് എന്ത് ചെയ്യുക? മുകളിലും ഞാൻ എന്ത് ചെയ്ത് ക്യാൻസൽ ആക്കി. ബാക്കി അവിടെ എത്ര ഉണ്ടാവുക? ഒരു 50 ഉണ്ട് അല്ലെ? ഒരു 50 ഉണ്ട്. അടിയിൽ എത്ര ഉണ്ട്? ഒരു 1 ഉണ്ട്. 50/1 എത്രയാണ്? 50. അപ്പൊ എത്ര ലിറ്റർ വെള്ളം വേണം? 50 ലിറ്റർ വെള്ളം വേണം. എന്ത് നിറയാൻ വേണ്ടിയിട്ട്? ഈ അക്വേറിയം നിറയാൻ വേണ്ടിയിട്ട്. ഇക്വേഷൻ മറക്കരുത്. നീളം × വീതി × ഉയരം.
ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി ഇതേ ചോദ്യം നമ്മൾ മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്തത്. അതിന്റെ ഒരു ബി പാർട്ടും കൂടി ഉണ്ട്. അതെന്താ വെച്ചാല് നീളും വീതിയും ലെങ്ത് എത്രയാണ് നമുക്ക് നേരത്തെ കിട്ടിയത് 50 സെന്റിമീറ്റർ, ലെങ്ത് 50, ബ്രെഡ്ത്ത് 40, ഹൈറ്റ് നമുക്ക് നേരത്തെ എത്രയാണ് നമുക്ക് ഉപയോഗിച്ചിരുന്നത്, നമ്മള് ഹൈറ്റ് 25. എന്ത് ചെയ്യുക, ഹൈറ്റ് മാറ്റി 20 സെന്റിമീറ്റർ ആണെങ്കിൽ ആ ടാങ്ക് നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണം? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്താ, ഹൈറ്റ് നേരത്തെ 25 ആയിരുന്നു, ഇവിടെ എത്ര ഇപ്പോ 20 ആയി. അപ്പൊ ആദ്യം വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണുക. ഇക്വേഷൻ എന്താ, L ഇൻറ്റു ബി ഇൻറ്റു എച്ച്, മറക്കണ്ട, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. എന്ത് ചെയ്യുക, ഇക്വേഷന് കൊടുക്കുക 50 നീളം ഇൻറ്റു വീതി 40 ഇൻറ്റു ഹൈറ്റ് 20. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, 5 ഇൻറ്റു 4, 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 2 20ന്റെ ഇരട്ടി എത്രയാണ് 40. എത്ര പൂജ്യം ഉണ്ട്, 1 2 3, 1 2 3, ഇത്രയായി. അപ്പൊ 40,000 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് അത് നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണം. അപ്പൊ 40,000 ഹരിക്കണം എത്രയാണ് 1000, മറക്കണ്ട. ഡിനോമിനേറ്റർ എത്ര പൂജ്യം ഉണ്ട്, 3 പൂജ്യം വെട്ടിക്കളയുക. ന്യൂമറേറ്ററിലോ 3 പൂജ്യം. അപ്പൊ ബാക്കി 40/1. 40/1 എത്രയാണ് 40 ലിറ്റർ. 40 ലിറ്റർ വെള്ളം വേണം. എങ്ങനെയാണെങ്കിൽ ഹൈറ്റ് 20 ആണെങ്കിൽ ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് എത്ര ലിറ്റർ, 40 ലിറ്റർ വെള്ളം വേണം. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം. ചോദ്യം പറയുന്നത് റൈറ്റ് 2 ഫോംസ് ഓഫ്, അതായത് 1/3ന്റെയും അതുപോലെ 1/5ന്റെയും മറ്റു രൂപങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ എങ്ങനെയാവണം, ഡിനോമിനേറ്റർ ഛേദം ഒരുപോലെ ആക്കിയിട്ട് മറ്റു രൂപങ്ങൾ ഡിഫറെന്റ് ഫോംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുക, അപ്പൊ ആദ്യം ഇവിടെ 3 ഇവിടെ 5. അപ്പോ 3ന്റെ മൾട്ടിപ്ലിക്കേഷനിലും 5ന്റെ മൾട്ടിപ്ലിക്കേഷനിലും സെയിം വരുന്ന നമ്പർ നോക്കുക. അതായത് 3യുടെ മൾട്ടിപ്ലിക്കേഷനിലുള്ള 5 ഉണ്ടോ, ഇല്ല. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചൊല്ലുന്ന സമയത്ത് 3 ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, 3ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. 1 × 3 3, 6 9 15 എക്സെട്ര. ഇനി 5ന്റെ എഴുതുക. 5 10 15 എക്സെട്ര വന്ന്. അപ്പൊ 2ലും പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ഏതാണ്, 15. അപ്പൊ എന്ത് ചെയ്യുക, ഈ 3 കൂടെ 3 കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 15 കിട്ടുക, 3 × 5. അപ്പോ ഡിനോമിനേറ്ററിലും ഒരു ന്യൂമറേറ്റർ 5 ഗുണിക്കുക. ഇനി 5ൽ കൂടെ എത്ര ഗുണിച്ചാൽ 15 കിട്ടുക, 3. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും അംശത്തിലും ഛേദത്തിലും 3 ആയിട്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു 5 5 3 5 15 ആയി. ഇനി ഒരു 3 3 5 3 15. അപ്പോ ഈ ഡിനോമിനേറ്ററിൽ ഛേദം സെയിം ആയിട്ട് ഒരുപോലെ വരുന്ന ഈ 2 നമ്പേഴ്സിന്റെയും മറ്റൊരു രൂപം കണ്ടെത്തിയത് എത്രയാണ്, 5/15, അടുത്തത് 3/15. ഇത് എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഒരു 52 കിലോഗ്രാം അരിയുണ്ട്. ഇതൊരു ചാക്കാണെന്ന് വിചാരിക്കുക. ഇതൊരു ചാക്ക്. ആ ചാക്കില് 52 കിലോ അരിയുണ്ട്. ഈ അരിനെ എനിക്ക് 8 ഈക്വൽ ആയിട്ടുള്ള 1 2 3 4 5 6 7 8 ഈക്വൽ ആയിട്ടുള്ള എന്തിലാക്കണം, സഞ്ചികളിലാക്കണം, അതോ പാക്കറ്റില് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റില് അതെന്താണ്, ഈക്വൽ ആവണം. എല്ലാത്തിലും ഈക്വൽ ആയിട്ട് റൈസ് നിറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റില് എത്ര കിലോ അരി കൊള്ളും? അപ്പൊ നമ്മൾ എങ്ങനെയാ വഴി എഴുതുക, സ്റ്റെപ്പായിട്ട് എങ്ങനെയാ എഴുതുക, ടോട്ടൽ റൈസ്, ആകെ അരി എത്രയാണ്, 52 കിലോ. ഇനി എത്ര ഈക്വൽ പാക്കറ്റുകൾ ഉണ്ട്, നമ്പർ ഓഫ് പാക്കറ്റ്സ്
പാക്കറ്റുകൾ, ഞങ്ങൾ പാക്കറ്റുകളുടെ എണ്ണം എത്രയാണ്? 8. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റിൽ കൊള്ളുന്ന അരി, അപ്പോൾ റൈസ് ഇൻ 1 പാക്കറ്റ്, ഒരു പാക്കറ്റിലെ അരി, സിമ്പിൾ. അപ്പൊ എന്താ ചെയ്യുക? ഈ 52നെ 8 ആയിട്ടുണ്ട് ഹരിക്കുക. അപ്പൊ ഹരിച്ചു നോക്കാം. 52 ഹരിക്കണം 8. 9 7 8 56, 4 8 32, 6 8 48. കുറയ്ക്കുക. 12 9 10 11 12 4. ഇനി 4 4 പോയാൽ 0. 8ന്റെ ഗുണപട്ടികയിൽ 4 ഇല്ല, അപ്പൊ ഒരു പോയിന്റ് ഇടുക, ഒരു 0 ചേർക്കുക. 5 8 40. എത്ര കിട്ടി? 6.5 കിലോ അരി ആയിരിക്കും ഒരു സഞ്ചിയിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് പോയിന്റ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ അറിയാം. അതെങ്ങനെയായിരുന്നു മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ? അപ്പോൾ ഞാനിവിടെ ഹരിക്കുന്ന സമയത്ത് 52 ഹരിക്കണം 8 ആവുമ്പോൾ 6 8 48, കുറച്ച് കഴിഞ്ഞ് എത്ര കിട്ടും? 4 കിട്ടും. അപ്പൊ എങ്ങനെ എഴുതാം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് 6 4/8 എന്ന് എഴുതുക. എത്രയാണ്? 6 4/8. ഈ 4/8നെ നിങ്ങൾ എന്ത് ചെയ്യുക? വെട്ടിച്ചെറുതാക്കുക. അപ്പൊ 4/8നെ വെട്ടിച്ചെറുതാക്കുമ്പോൾ 4ഉം 8ഉം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോവും. 1 × 2 2. ഇനി 2 × 4 8. അപ്പോൾ ഈ 2ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2 × 4 8. ഇനി 1/2 × 2 4, 2 × 4 8. അപ്പൊ 2ഉം 2ഉം ക്യാൻസൽ ആക്കി ബാക്കി എത്ര ഉണ്ടാവും? 2/4. ഈ 2ന് 4 എങ്ങനെ വെട്ടിച്ചേർക്കുക? 1 × 2 2/2 × 2 4. ഈ 2ഉം 2ഉം ക്യാൻസൽ ആക്കിയ ബാക്കി 1/2. അപ്പൊ ഇതിന് നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് രൂപത്തിലാക്കുമ്പോൾ 6 1/2 kg എന്ന് കിട്ടും. അപ്പൊ 6.5 കിലോ എന്ന് പറഞ്ഞാലും 6.5 കിലോ എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ വെട്ടിച്ചെറുതാക്കിയാലും മതി. അപ്പൊ ഞാനിപ്പോ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ കാണുക, എക്സാമിന് പോകുമ്പോൾ കണ്ട് ഒക്കെ ചെയ്ത് പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.